വൃന്ദാവനത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ സന്തോഷവും സ്നേഹവും സമാധാനവും മാത്രമേ ഉണ്ടാവൂ. അവിടെ കുഴികുത്താനെത്തിയ പൂതനമാർക്കൊക്കെ കണ്ണൻ നല്ല പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിന്മകളൊന്നുമില്ലാത്ത നന്മകൾ മാത്രമുള്ള സന്തോഷം മാത്രം നിറയുന്ന ഒരു ഭൂമി, പവിത്രമായൊരു ഭൂമി, അതാണ് വൃന്ദാവനം. ഇന്ന് ഈ കണ്ണന്മാർ എത്തുന്ന എല്ലായിടവും വൃന്ദാവനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമേൽ സന്തോഷമാണ്, സ്നേഹമാണ്, നന്മകളാണ്. നമുക്കിനി കൊല്ലത്തേക്ക് പോകാം. മനോജ് തയ്യാറാണ്. മനോജ് പറയൂ. ശ്യാം, ഇവിടെയും ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നടക്കുകയാണ്. നമുക്കിപ്പോൾ കൊല്ലത്ത് ഈ ഓലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വീടുകളിലാണ് ഓരോ കൃഷ്ണന്മാരെയും അങ്ങനെ ഒരുക്കിക്കൊണ്ടുവരുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഒരു കുഞ്ഞു കൃഷ്ണനുണ്ട്. അപ്പോൾ കൃഷ്ണൻ അങ്ങനെ ഒരുങ്ങി ഇനി ഈ നഗരവീഥികളിലൂടെ ആ ശോഭായാത്രയിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഓരോ വേഷങ്ങളും, അതായത് ഭാരതാംബയും അതോടൊപ്പം തന്നെ രാധമാരും അങ്ങനെ കൃഷ്ണന്മാരും ഒക്കെ അങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സാധാരണ ഈ നമുക്ക് പണ്ട് കാലത്തൊക്കെ തന്നെ ഈ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ വീടുകളിൽ നിന്നും അവിടെ അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളെ ഈ ശോഭായാത്രയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒരുക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ വീടുകളിൽ നിന്നും കൃഷ്ണന്മാർ അങ്ങനെ ഒരുങ്ങി ഇറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ കുചേലനുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഒരുങ്ങിയോ? എത്രാമത്തെ പ്രാവശ്യം അത് പങ്കെടുക്കുന്നേ? മൂന്നാമത്തെയാ? കുചേലന എന്തുണ്ട് വിശേഷം? സുഖമാണ്. അപ്പം ഇന്ന് യാത്രയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുമായി. എത്രയല്ല പഠിക്കുന്നേ? 4. ഇപ്പൊ ഹനുമാൻ ഉണ്ടല്ലോ ഇവിടെ. ഹനുമാൻ ഗൗരവമാണോ? ഇല്ല. അപ്പൊ എല്ലാവരും അങ്ങനെ ഒരുക്കങ്ങളിലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ വീടുകളിലൊക്കെ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഒരുക്കത്തിന്റെ ഭാഗമാണ്. അമ്മ ഒരുക്കത്തിന് വേണ്ടി വന്നതാണ് ഇവരുടെയൊക്കെ? ഒരുക്കത്തിനായിട്ട് വന്നത്. എല്ലാം പൂർത്തിയായി. ഇനി വൈകിട്ടാണ്? വൈകുന്നേരമാണ് ഇറങ്ങുന്നത്. എല്ലാ വർഷവും ശ്രീകൃഷ്ണൻ എത്തിക്കുന്നുണ്ടോ? എല്ലാ വർഷവും ഉണ്ട് ശ്രീകൃഷ്ണൻ ഉണ്ട്. അപ്പൊ ഈ കണ്ണനെയൊക്കെ ഒരുക്കുമ്പോ വലിയ സന്തോഷാണല്ലേ? നല്ല സന്തോഷമാണ്. തന്റെ അതായത് ഓരോ അമ്മമാരും ഈ മക്കളെ കണ്ണനെ പോലെ വളർത്തണമെന്നുള്ള എല്ലാം നല്ല അത് തന്നെയാണ് എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. തന്റെ മക്കൾ അത് ഒരു കുഞ്ഞി കണ്ണനായി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ഓരോ അമ്മമാരും അങ്ങനെയല്ലേ? നേരത്തെ വന്നായിരുന്നോ? ഒരുക്കത്തിന്റെ ഭാഗമൊക്കെ ആയി കുട്ടിയൊക്കെ. അപ്പൊ കുഞ്ഞു കണ്ണന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നാടും നഗരവും അമ്പാടിയാകുന്ന ആ ഒരു സുദിനം, ആ ജന്മാഷ്ടമി ദിനത്തിൽ ഓരോ കാര്യങ്ങളിലും, അതായത് തൻ്റെ കുട്ടികൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും, അത് ഉടുക്കുവാനുള്ള ഈ വസ്ത്രങ്ങളായാലും കിരീടമായാലും ഈ ഓടക്കുഴലായാലും ഇതിലെല്ലാം തന്നെ വീട്ടുകാരടക്കം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ ശോഭായാത്രയിൽ ഓരോ കുഞ്ഞുങ്ങളെയും വളരെ മനോഹരമായി ഒരുക്കിക്കൊണ്ട് ഒരു കൃഷ്ണനായി തന്നെ അങ്ങനെ ആ ശോഭായാത്രയിൽ പങ്കെടുപ്പിക്കുവാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പാണ്. ഇനി അല്പസമയം കഴിയുമ്പോൾ തന്നെ ഈ ലക്ഷ്മീനട ക്ഷേത്രത്തിൽ നിന്നാണ് ഈ കൊല്ലത്തെ ഈ ശോഭായാത്ര ആരംഭിക്കുന്നത്. അവിടെ ഒരുപാട് കൃഷ്ണന്മാരും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഓരോ വേഷങ്ങളും, അതായത് നമുക്ക് ഓരോ ശോഭായാത്രയിലും കാണാൻ സാധിക്കും വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ. അത് ഈ രാധമാരായാലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വേഷങ്ങൾ, ശ്രീരാമൻ അടക്കം ഈ ശോഭായാത്രയിൽ